കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിലെ 1,71,000 ചില്ലറ എന്ന് പറയുന്നത് വൻ ലീഡല്ലേ. 1,71,038 വോട്ട് വൻ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും ഭൂരിപക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് UDFിൻ്റെ ശക്തി തന്നെയാണ്. വോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് വോട്ടാണ്, വൻ വോട്ടാണ്. 5 ലക്ഷത്തി എത്രയാ വോട്ട് അരിപുര 5 ലക്ഷത്തിൻ്റെ പുറത്ത് കണക്കുകൾ നോക്കിയാൽ മതി. വോട്ട് 17,000 അത് റെക്കോർഡ് വോട്ടാണ്. 5,17,000 റെക്കോർഡ് വോട്ടാണ്. അപ്പോൾ മൊത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ UDFിൻ്റെ പെർഫോമൻസ് ഗ്രാൻഡ് പെർഫോമൻസാണ്, വമ്പൻ പെർഫോമൻസാണ്, കുഴപ്പമില്ല. പിന്നെ വൻ നഷ്ടം ഉണ്ടായത് BJPക്കാണ്. BJP രാഷ്ട്രീയത്തിനാണ് വൻ നഷ്ടം ഉണ്ടായത്, അത് വ്യക്തമാണ്. അതുകൊണ്ടാണ് പിന്നെ ഭൂരിപക്ഷം എപ്പോഴും തേർഡ് പാർട്ടി എത്ര വോട്ട് വാങ്ങുന്നു എന്നുള്ളത് അനുസരിച്ചാണ് അവർക്ക് ഉണ്ടായ ആ വൻ നഷ്ടം. അത് ഭൂരിപക്ഷം ഡിഫറൻസ് മറ്റു രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഡിഫറൻസ് കുറക്കും. അതാണ് സംഭവം. അപ്പോൾ ഇടക്കാലത്ത് പിന്നെ അവരെ രാഷ്ട്രീയത്തിന് ഒരു പ്രസക്തിയും കേരളത്തിലില്ല എന്ന് വ്യക്തമായി. അങ്ങനല്ല, ഇവിടെ വോട്ട് അവര് സംസാരം നിർത്തിയില്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ വരാന്തിയിലെ സംസാരം ഒന്ന് നിർത്തണേ. പറ. പ്രചരണഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് UDF തന്നെ പറഞ്ഞതാണ്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്ന സമയമായിരുന്നു ഇത്. പക്ഷേ എന്നിട്ട് പോലും LDFന് വോട്ട് കൂടുന്ന, കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഭരണവിരുദ്ധ വികാരം കൃത്യമായി പ്രതിഫലിച്ചിട്ടില്ല എന്ന് കരുതാൻ പറ്റും. അങ്ങനെയല്ല, ഈ കേരളത്തിൽ വോട്ട് പൊളിറ്റിക്കലാണ്, അതാണ് ഇത് കാണിക്കുന്നത്. അല്ലാതെ കമ്മ്യൂണൽ പോളറൈസേഷൻ എന്ന് പറഞ്ഞ ഒന്ന് ഇവിടെ ഇല്ല. പൊളിറ്റിക്കലാണ്. ഞങ്ങൾ കുറേ പൊളിറ്റിക്കൽ കാര്യങ്ങൾ പറഞ്ഞു, LDFും കുറച്ച് പൊളിറ്റിക്കൽ കാര്യം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ കാര്യത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ട് എന്ന് തെളിഞ്ഞു. എന്ന് പറഞ്ഞാൽ LDF പറയുന്നതൊക്കെ പാടെ തള്ളിക്കളഞ്ഞു എന്നല്ലല്ലോ. പക്ഷേ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു, അതാണുള്ളത്. അവർക്ക് നേരിയ വർധനവ് ഉണ്ടായി. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ കമ്പാരിസൺ ഒന്ന് നോക്കിയേ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് കമ്മിയാണ്. വളരെ 40,000-ഓളം വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടു. മാത്രമല്ല മങ്കട, പെരിന്തൽമണ്ണ ഒക്കെ നാരോ എസ്കേപ്പായിരുന്നു UDFിന്. അതൊക്കെ UDF തിരിച്ചു പിടിച്ചില്ലേ. മങ്കട 9,000 വോട്ടിന് തിരിച്ചു പിടിച്ചു. അല്ല, പിന്നെ പെരിന്തൽമണ്ണ മറ്റ് 19,000 വോട്ടിനാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു BJPയെ ടാർഗറ്റ് ചെയ്യണമല്ലോ. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് ലീഡേഴ്സൊക്കെ ഉണ്ട്. ഒരു സെക്കൻഡ് മജീദേ, എല്ലാവരും കൂടി വന്നോട്ടെ. മജീദൊക്കെ എവിടെ? 1,71,038 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് PK കുഞ്ഞാലിക്കുട്ടി വിജയിച്ചിരിക്കുന്നത്. മൊത്തം 5,15,325 വോട്ടുകൾ. MB ഫൈസലിന് 3,64,287 വോട്ടുകൾ. BJP സ്ഥാനാർത്ഥി N. ശ്രീപ്രകാശ് 65,662 വോട്ടുകൾ. മുസ്ലിം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നതുകൊണ്ടാണ് BJPയുടെ കാര്യം പറയുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച BJP രാഷ്ട്രീയമല്ലേ. അത് ഈ ലിറ്ററേറ്റ് ആയ സാക്ഷരതയുള്ള കേരളത്തിൽ അതിന് പ്രസക്തി ഇല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുന്നു. UPA പൊളിറ്റിക്സിന്, UDF പൊളിറ്റിക്സിനാണ് കൂടുതൽ പ്രസക്തി എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞത്. മാത്രമല്ല LDFന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ പുവർ പെർഫോമൻസ് ആണ് എന്നും വന്നിരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. 1,71,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിക്കുമ്പോഴുള്ള സ്ഥിതിയാണ്. എല്ലാ മണ്ഡലത്തിലും UDFന് വൻ ലീഡായി. അസംബ്ലിയുടെ കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500ഉം 1,500ഉം ഒക്കെ ഉണ്ടായിരുന്ന മണ്ഡലങ്ങൾ മുഴുവൻ ഇപ്പോൾ വൻ ലീഡായി. നമുക്ക് വൻ ലീഡായി. അതാണ് മാറ്റം. പിണറായി വിജയൻ സർക്കാരിനുള്ള ജനവിധിയായി
ഇതിപ്പോ രണ്ട് ഗവൺമെന്റ് ഉണ്ടല്ലോ പിന്നെ ഇന്ത്യ രാജ്യത്ത്. ഒന്ന് കേന്ദ്ര ഗവൺമെന്റ്, ഒന്ന് കേരള ഗവൺമെന്റ്. രണ്ടു കൂട്ടർക്കും ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് വൻ തിരിച്ചടിയാണ്. ആ നിലക്ക് വോട്ടിംഗ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്കുള്ള തിരിച്ചടി LDF-നും ആയി. അതന്നെ. എല്ലാവരുടെ പിന്തുണയും താങ്കൾക്ക് ഇതിൽ കിട്ടിയെന്ന് ഈ ലീഡ് വെച്ച് പറയാൻ കഴിയും? അല്ല, വോട്ടർമാരുടെ പിന്തുണ അല്ലെങ്കിൽ 1,71,000 ഭൂരിപക്ഷം വരുമോ? ഇല്ലല്ലോ. അപ്പൊ വോട്ടർമാരുണ്ട്, വോട്ടർമാരിൽ എല്ലാ സെക്ഷൻസും ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞ എല്ലാ വോട്ടർമാർക്കും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം എന്താ വെച്ചാൽ സെക്കുലർ പൊളിറ്റിക്സ് അല്ലേ ബഷീർ? സെക്കുലർ പൊളിറ്റിക്സിന് ഇവിടെ വിലയുള്ളൂ. ലിറ്ററേറ്റ് കേരള has voted for secular politics. That's what we say. Okay. ഒരൊറ്റ സംഘടനയും UDF-ന് പുറത്ത് ഒരൊറ്റ സംഘടനയും ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. അവരൊക്കെ ഒത്തുതീർപ്പായി മനസാക്ഷി പറഞ്ഞു. ഇതൊക്കെയാണ് മത സാമൂഹിക അങ്ങനെയുള്ള സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചു.